ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു മലേഷ്യൻ ട്രിപ്പിൻ്റെ വ്ളോഗ് കാണാം കേട്ടോ. ഞങ്ങളുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകുക എന്നുള്ളത്. അത് ചെന്നെത്തിയത് മലേഷ്യയിലേക്കാണ്. അപ്പോൾ ഞങ്ങളൊരു ടൂർ പാക്കേജ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ വഴിയാണ് ഞങ്ങൾ പോയത്. 4 days 3 night പാക്കേജായിരുന്നു ഞങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കൊച്ചിയിൽ നിന്നും കോലാലംപൂറിലേക്ക് 3 hours നിയർലി 4 hours ജേർണി ഉണ്ട്. നൈറ്റായിരുന്നു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. കുഞ്ഞുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എയർപോർട്ടിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പുലർച്ചെയാണ് ഞങ്ങൾ എത്തിയത് കേട്ടോ കോലാലംപൂറിൽ. എയർ ഏഷ്യ ആയിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ്. അപ്പോൾ ഞങ്ങൾ ജേണി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാവരും വീഡിയോ കാണാം. ഫ്ലൈറ്റ് ജേണിയൊക്കെ വളരെ സ്മൂത്തായിരുന്നു. മോർണിംഗ് ഫ്രഷപ്പ് ഉണ്ടായിരുന്നത് എയർപോർട്ടിൽ തന്നെയായിരുന്നു കേട്ടോ. എയർപോർട്ടിൽ നിന്ന് എല്ലാവരും ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ നേരെ പോയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. ബ്രേക്ക്ഫാസ്റ്റിന് നമ്മളുടെ കേരള സ്റ്റൈലിലുള്ള എല്ലാ ഫുഡും ഉണ്ടായിരുന്നു. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് നേരെ പോവുകയാണ് ചെയ്തത്. പുത്രജയാണ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. അവിടുത്തെ റോഡ്സ് എല്ലാം വളരെ നീറ്റായിരുന്നു. അവർ നല്ല രീതിക്കാണ് അവിടുത്തെ റോഡ് ട്രാഫിക് എല്ലാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാനും നല്ലൊരു ലുക്ക് ഉണ്ടായിരുന്നു. പുത്രജയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴികളിലായാലും ഒരുപാട് ബിൽഡിങ്സ് നമുക്ക് കാണാൻ പറ്റും. ബിൽഡിങ്സിൻ്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് കേട്ടോ. നല്ല രസമാണ് അവിടുത്തെ ബിൽഡിങ്സ് എല്ലാം കാണാനായിട്ട്. എല്ലാറ്റിനും ഓരോരോ പ്രത്യേകതകളുണ്ട് കേട്ടോ. ഞങ്ങൾ ബസ്സിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ബസ്സിലായതുകൊണ്ട് തന്നെ ഫുൾ ടൈം AC ഉള്ളതുകൊണ്ട് നമ്മൾക്ക് വെയിലിൻ്റെ പ്രശ്നമോ ചൂടോ കാര്യങ്ങളോ ഒന്നും അനുഭവപ്പെട്ടിട്ടില്ലായിരുന്നു കേട്ടോ. പുത്രജയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് സെൻറ്ററാണ്. PMൻ്റെ വസതിയാണ്. അവിടെ മോസ്ക്, ലേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളൊരു 1/2 hour അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. രാവിലെ ആയതുകൊണ്ട് പുറത്തിറങ്ങിയപ്പോൾ വെയിലിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വൈകുന്നേരം പോകുന്നത് കുറച്ചും കൂടി ആപ്റ്റായിരിക്കും കേട്ടോ. മോസ്ക് ഒരു പിങ്ക് കളറാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കാണാൻ നല്ല രസമുണ്ട്. പ്രധാനപ്പെട്ട സൈറ്റ്സ് എന്ന് പറയുന്നത് ഐക്കോണിക് ആയിട്ടുള്ള പുത്ര മോസ്കാണ്. അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്റർ ഓഫീസിനെ അവിടെ പറയുന്നത് പർഡാന പുത്ര എന്നാണ്. പിന്നെ അതുപോലെ തന്നെ പുത്രജയ ബൊട്ടാണിക്കൽ ഗാർഡനും ഉണ്ട്. അതുപോലെ തന്നെ പുത്രജയ ലേക്കും ഉണ്ട്. ഇതൊക്കെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട സൈറ്റ് എന്ന് പറയുന്നത്. പുത്രജയ ലേക്കാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മോസ്ക് കാണാൻ വളരെ ഭംഗിയുള്ള ഒരു ആർക്കിടെക്ചറാണ്. പിങ്ക് കളറാണ് കേട്ടോ മോസ്ക്. അതുകൊണ്ട് തന്നെ പകൽ സമയത്ത് കാണുമ്പോൾ കുറച്ചുകൂടി ഭംഗി തോന്നിക്കുന്നുണ്ട്. അതായിരുന്നു ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. അവിടെ നിന്ന് ഞങ്ങൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് സ്ഥലം എന്ന് പറയുന്നത് ത്യാൻഹു ടെമ്പിളായിരുന്നു കേട്ടോ. അവിടേക്കുള്ള യാത്രയും ബസ്സിൽ തന്നെയായിരുന്നു. ബസ്സിൽ ഫുൾ ടൈം AC ഉള്ളതുകൊണ്ട് നമ്മൾക്ക് എന്താ പറയുക, വെയിലിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടുത്തെ റോഡും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. നല്ല നീറ്റ്നെസ് ഉണ്ട് അവിടുത്തെ എല്ലാ സ്ഥലങ്ങൾക്കും. നല്ല നീറ്റായിട്ടാണ് അവർ കൊണ്ട് നടക്കുന്നത്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ത്യാൻഹു ടെമ്പിളിൻ്റെ അകത്തുള്ള വ്യൂ ആണ്. ത്യാൻഹു ടെമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ചൈനീസ് ടെമ്പിളാണ്. ബുദ്ധിസമാണ് അവിടെ ഉള്ളത്. കാരണം അവിടെ 1 hour നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ 3 പ്രതിഷ്ഠകളാണുള്ളത്. ഓരോ പ്രതിഷ്ഠയ്ക്കും ഓരോ പേരുണ്ട്. അവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഉത്തരം അപ്പം തന്നെ കിട്ടും എന്നുള്ളതാണ്. നമ്മൾ മനസ്സിൽ എന്ത് വിചാരിച്ചിട്ടാണോ പ്രാർത്ഥിച്ചത് അതിൻ്റെ ഒരു സൈൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉത്തരം നമുക്ക് അപ്പം തന്നെ കിട്ടും. നമ്മൾ ഓരോ ദൈവങ്ങളുടെ മുന്നിലായിട്ടും ഒരു ജോസ്റ്റിക്കിൻ്റെ ബോക്സ് വെച്ചിട്ടുണ്ടാവും. ആ ജോസ്റ്റിക്കുകൾ നമ്മൾ 3 പ്രാവശ്യം പൊക്കിയിട്ടതിന് ശേഷം 3ാമത്തെ പ്രാവശ്യം അതിലൊരു ജോസ്റ്റിക്ക് പൊങ്ങി നിൽക്കുന്നുണ്ടാവും. ആ ജോസ്റ്റിക്കിൻ്റെ മുകളിലൊരു നമ്പറും ഉണ്ടാവും. ആ നമ്പറിന് അനുസൃതമായിട്ടുള്ള ഒരു ബോക്സ് താഴെ വെച്ചിട്ടുണ്ടാവും. ആ ബോക്സിൽ നമ്മളുടെ ഉത്തരം ഉണ്ടാവും. നമ്മൾ പ്രാർത്ഥിച്ചതിനുള്ള ഉത്തരം ഒരു ലെറ്റർ പോലെ അതിലുണ്ടാവും. അതെടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടും കേട്ടോ. അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം അവിടെ കാണാൻ പറ്റി. അതിനുശേഷം നമ്മളുടെ 3rd ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് പെട്രോണാസ് ട്വിൻ ടവർ ആയിരുന്നു. അതിന് മുന്നേ ഹോട്ടലിൽ പോയിട്ട് ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം 3 star ഹോട്ടലിൽ നമുക്ക് ചെക്ക് ഇൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ തൊട്ട് ഗൈഡും ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ ഈവനിങ് ആയപ്പോഴാണ് ഈ പെട്രോണാസ് ട്വിൻ ടവറിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു കേട്ടോ.
1996 അതിൻ്റെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ടായിരുന്നത്. 1996 മുതൽ 2004 വരെ ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടമായിരുന്നു കേട്ടോ അത്. 451.9 മീറ്ററാണ് അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ടോട്ടൽ 88 ഫ്ലോർസ് ഉണ്ട് കേട്ടോ. അതിൻ്റെ അകത്തേക്കൊരു പാസ് ഫീ ഉണ്ട്. നമ്മൾ പുറത്തുനിന്ന് നിന്നിട്ട് ഫോട്ടോ എടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. നൈറ്റ് വ്യൂ ആയിരുന്നു എടുത്ത് പറയേണ്ടിയിരുന്നത് കേട്ടോ. അവിടെ ഫോട്ടോ ഷൂട്ടിനെ പറ്റിയ കുറേ സ്ഥലങ്ങളുണ്ട്. ആ പെട്രോണസ് ട്വിൻ ടവറിൻ്റെ ഹൈറ്റ് മൊത്തം കിട്ടുന്ന രീതിക്ക് നമുക്ക് ഫോട്ടോ എടുത്ത് തരാനും ഒക്കെ ആൾക്കാരുണ്ട്. അവരുടെ വേണമെങ്കിൽ ഏൽപ്പിക്കാം. നമ്മളുടെ കയ്യിൽ തന്നെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ എടുക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ അടുത്തുള്ളൊരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. പിൻഡ സാൻ സലോമ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. അവിടേക്കും നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അതിന് ഒരു മീനിൻ്റെ ഷേപ്പിലാണ് അവിടെ ആ ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. നല്ല ഭംഗിയായിട്ട് നൈറ്റിലൊക്കെ കാണുമ്പോൾ നല്ല രസമായിട്ടുണ്ട് കാണാനായിട്ട്. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ട്വിൻ ടവറും കാണാൻ പറ്റും കേട്ടോ. അതിനുശേഷം അവിടെ വാട്ടർ ഷോ ഉണ്ടായിരുന്നു. അതും കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ട്വിൻ ടവറിൻ്റെ നൈറ്റ് വ്യൂ ആണ് കേട്ടോ. അതും നൈറ്റ് വ്യൂ ആയതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും അതിൻ്റെ മുന്നിൽ തന്നെയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ചില ക്ലിപ്സൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3 ഡെസ്റ്റിനേഷനായിരുന്നു ഉണ്ടായിരുന്നത് ആദ്യത്തെ ദിവസം. 3ഉം നല്ല അടിപൊളിയായിരുന്നു. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. രാത്രി ആയപ്പോഴത്തേക്കും ഒരു 9-9:30 ആയപ്പോഴത്തേക്കും നമുക്ക് ഡിന്നർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ റൂമിലേക്ക് പോവുകയാണ് ചെയ്തത്. അതിനുശേഷം പിന്നെ പിറ്റത്തെ ദിവസം രാവിലെ എല്ലാവരും ഒരുമിച്ച് പോവുക ചെയ്തത്.